എന്റെ ഭഗവാനെ, ഒരു പെങ്കൊച്ച് കാണിച്ച ഒരു പരിപാടി. മര്യാദയ്ക്ക് മാജിക് കളിച്ചോണ്ട് കിടന്ന ഒരു ചെറുക്കനാണ്. എവിടെന്നാ ഒരു മൂദേവിയെ കെട്ടിക്കൊണ്ട് വന്ന് എന്തരോ ഒരു കാര്യത്തിന് പിണങ്ങി അവളിതാ മണ്ടയ്ക്കടിച്ചിട്ട് അവളവളെ വീട്ടിൽ പോയി അവൻ താ ഒരു കിടപ്പും കിടക്കണ്. സുദർശനോ, എടാ സുദർശന, അമ്മ ചായ കൊണ്ടുവന്നിട്ട് എടുത്തുകൂടി. അയ്യോ, ചോറ്റു പാത്രം കിട്ടാത്തോണ്ട് അമ്മ ഇതിൽ പോയി ചായ മേടിച്ചോണ്ട് അയ്യേ, അമ്മയ്ക്ക് അത് മനസ്സിലായില്ല മക്കളെ, മനസ്സിലായില്ല. എന്നാലും ഞാൻ തന്നാ നിനക്ക് ചായ ഇറങ്ങത്തില്ല എന്ന് എനിക്കറിയാം. നിന്റെ പെണ്ണും പിള്ള തന്നാലേ നിനക്ക് ചായ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. നിനക്ക് സെക്യൂരിറ്റി പാവം ഉണ്ട. ഞാൻ വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ അപ്പുറത്താണ് ചായക്കടയിൽ നിന്ന്. എന്റെ ശ്രീകുട്ടി പാവോന്നാ പറഞ്ഞത്. ശ്രീകുട്ടി എന്നാണോ നീ പറഞ്ഞ? മക്കളെ, നിന്റെ പുറകത്തിരിക്കുന്നത് മടലാന്നോടാ? അയ്യോ, അതെന്റെ നട്ടല്. അപ്പൊ നിനക്കത് ഉണ്ട്. എന്നിട്ടും ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കാൻ നിനക്ക് നാണം ഉണ്ടാടാ? അന്നേ അമ്മ പറഞ്ഞതാ, എന്നെ പോലെ സുന്ദരിയായ എന്റെ സഹോദരന്റെ മോളെ നിന്റെ അടുത്ത് കേട്ടാൻ. അമ്മ പല്ല് തേക്കാൻ പേസ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ ആരെങ്കിലും ഹാർപ്പിക്ക് എടുത്ത് പല്ല് കഴിക്കും അമ്മ. നീ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നോടാ? ഞാൻ വെളിയിറങ്ങിയപ്പോ പറഞ്ഞു, നീ കേസ് കൊടുത്തില്ലേ നിന്റെ ഭാര്യ തലയിൽ തല്ലിയെന്നും പറഞ്ഞ്. കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞ് അവളെ വകയിലൊരു അനിയൻ ഗുണ്ടയെന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അവ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു എണ്ണം കെട്ട ചെറുക്കനാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. കരയേണ്ട കാര്യമില്ല, ഞാൻ വന്നിട്ട് എടുത്തോളാന്ന്. ഞാൻ വന്നിട്ട് എടുക്കും. മകളെ, എടുക്കൊന്നും വേണ്ട. അവിടെ മറ്റേ ഉരുട്ടിക്കൊണ്ടുണക്ക വണ്ടിയുണ്ട്, അതിൽ കൊടുത്തോണ്ട് പോയാൽ മതി. ഞാനാ? ഞാൻ തെന്മല പൊടിച്ചി. ഇതെങ്ങനെ ഗ്രൈൻഡറിലിട്ടായിരുന്നോ അതോ മിക്സിയിലിട്ടായിരുന്നോ? എന്തോന്ന്? അല്ല, തെന്മല പൊടിച്ചെന്ന് പറഞ്ഞ് ഡാം എടുത്ത് മാറ്റി വെച്ചേക്കണേ. ഇയാളാര്? ഞാൻ ഉടുമ്പ് വേണു. അയ്യോ, ഉടുമ്പ് വേണമെങ്കിൽ നല്ലതുപോലെ കറി വെച്ച് കഴിച്ചോ. ഉടുമ്പ് വീണെന്നല്ല പറഞ്ഞത്, എന്നെ അറിയപ്പെടുന്നത് ഉടുമ്പ് വേണു എന്നാണ്. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞ പിടിച്ചാ പിടിയും കൊണ്ടേ നിൽക്കൂ. എത്ര നേരം നിൽക്കും മക്കളെ ഇങ്ങനെ പിടിച്ചോണ്ട്? ചില സമയം എന്താണ്ട് ഈ വിരലിങ്ങനെ നൂന്ന് വരൂല, അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചോണ്ട് അത് ബിപിയുടെ നാടാ കൊച്ചേത്. ഇത് മാറണമെങ്കിൽ ഉണ്ടല്ലോ രാവിലെ ഒരു 18 കിലോമീറ്റർ ഓടണം. അതിനെക്കാട്ടി നല്ലതല്ലേ വിരൽ ഇങ്ങനെ പിടിച്ച് നൂത്താ പ്രശ്നം തീരുമല്ലോ. അത്രേ ഉള്ളൂ. നീ ആദടാ? നീ ഏത്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങളുടെ മരുമോള് പറഞ്ഞിട്ട് വന്നതാണ്. കേസില്ല എന്ന് ഒപ്പിട്ടവൻ തന്നിരിക്കണം. ഓഹോ, ഇവൻ തന്നില്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. ഞാൻ ചെയ്യോന്ന് പറഞ്ഞാ ചെയ്യുന്നവനാണ് ഈ ഉടുമ്പ് വേണോ. പിന്നെ സൂചി ആരെടുത്ത് ഇവിടെ വെച്ചാ അങ്ങനത്തവനാണ് ഞാൻ. സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നീ ഒപ്പിട്ട് തന്നിരിക്കണം എനിക്ക്. നിങ്ങളെ പെങ്ങളെ തലയടിച്ച് പൊട്ടിച്ചു. അവൾ എന്തിനാ നിന്റെ തലയടിച്ച് പൊട്ടിച്ചത്? അവക്ക് സംശയം. എന്തിന്? നിന്റെ തല അടിച്ചാ പൊട്ടോന്നാ? അതല്ലത്. പിന്നെ ഞാൻ പെണ്ണുങ്ങളായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ സംശയം. എങ്ങനെ? പെണ്ണുങ്ങളോട്ട് എനിക്ക് വേറെ ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിലും അവള് കൊച്ചിലെ എങ്ങനെയാണ് ഈ ചക്കയും മാങ്ങയും കണ്ടാന്നോ അവക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഏത് കൂടുതലൊന്നും കളിക്കണ്ട. എന്ത്? നമ്മുടെ കുടുംബത്തില് ആർക്കും ഇങ്ങനെ ഒരു കുണ്ടാമണ്ടിത്തരം പറ്റിയിട്ടില്ല. എന്തോന്ന് കുണ്ടാമണ്ടിത്തരം? ഞാൻ ഇതറിഞ്ഞില്ല കേട്ടാ. ഞാൻ അറിഞ്ഞത് അവള് ഈ ചെരവാത്തടിക്ക് ഇങ്ങനെ തലക്കടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വിളിക്കാം. രജനി, എടി നീ എന്തോ പരിപാടിയുടെ കാണിച്ചത്? ഒന്നുമില്ലെങ്കിൽ നിന്റെ കൊച്ചുങ്ങളെ തന്തയില്ലേ? അമ്മച്ചി എന്തോ സംഭവം എന്തോന്ന് പറഞ്ഞൊന്ന് പറഞ്ഞ. കുണ്ടാമണ്ടിത്തരം എടി അങ്ങനെ കാണിക്കാൻ പറ്റാവോ? ഇത് വാക്കല്ലാത്ത രീതിയിലല്ലോ ആയിക്കഴിഞ്ഞാൽ വലിയ ഓപ്പറേഷൻ വേണ്ടി വരും. ഇത് പണ്ട് ഈ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ എനിക്കിത് പറ്റിയതാണ്. ഈ മുകേഷ് ബോൾ എടുത്തത് വാക്കല്ലാത്ത സ്ഥലത്ത് വന്ന് ഭയങ്കര ടെൻഷനാണ് ഈ സാധനം. നമുക്ക് ഈ സംഭവം ഇത് എങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നാള് എടുക്കും. ഇത് അളിയാ സംഭവം ഇത് ഇങ്ങനെ പറ്റിയതളിയാ. ഇത് എന്തായിരുന്നു പേരെന്തോ പറഞ്ഞ? ഇതിന്റെ മണ്ടാകുണ്ടത്തരം. നിനക്ക് പറ്റിയ പ്രശ്നം പോലും നേരെ ചൊവ്വേ പറയാൻ അറിഞ്ഞൂടാ. നിനക്ക് നിന്റെ തലയടിച്ച് പൊട്ടിച്ചാ പോരാ. നിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ അടുത്ത് ഇത്ര കലിപ്പെന്തിനാണ്? ഞാൻ മാജിക് പഠിച്ചിട്ട് അവളെ നോക്കുന്നത്. മാജിക്കാ? നീ എന്തോ മാജിക്കാണ് ചെയ്യുന്ന? ഞാൻ ജനങ്ങളുടെ കയറ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് വടിയാക്കിയിട്ട് അത് അവരെ കൈ തന്നെ കൊടുക്കും. ജനങ്ങളെ കയറ് മേടിച്ചിട്ട് അത് വടിയാക്കിയിട്ട് അവരെ തന്നെ കൊടുക്കും. എന്തിനാ വടി കൊടുത്ത് വെറുതെ അടി മേടിക്കുന്നത്? കയറ് ഇത് കൊച്ചിനൊന്നും പറയരുത്. എന്ത്? നിങ്ങളുടെ കുടുംബത്തിൽ അവൻ വന്ന് കയറിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടായത്. എന്ത് ഐശ്വര്യം? ഇവൻ വന്ന് കയറിയ അന്ന് മുതൽ സ്ഥിരം മുട്ടയിട്ടുണ്ടിരുന്ന കോഴി വരെ മുട്ട ഇടിയിലങ്ങ് നിർത്തി. ഇവൻ ഒരു കോഴിയുടെ ബാക്കി കാലും ഉണ്ടെന്ന് വെച്ചായിരുന്ന? അതല്ല, പിന്നെ കോഴിക്ക് വരെ മനസ്സിലായി പണിയെടുക്കാതെ തിന്നാന്ന്. ഇവര് ചായ കുടിക്കണമെന്ന് രാവിലെ പറയും.
കുളിച്ചിട്ടേ അടുക്കളയിൽ കയറി ചായ എടുത്തുള്ളൂ. അത് നമ്മളെ തറവാട്ടിലെ ഒരു ശീലമാണ്. പെണ്ണുങ്ങള് അടുക്കള കയറി ചായ ഇടണമെങ്കിൽ കുളിച്ചിട്ടേ ചെയ്യൂ. അവളല്ല, ഞാൻ കുളിച്ചിട്ട് അവക്ക് ചായ ഇട്ട് കൊടുക്കണമെന്ന്. ഓ അങ്ങനെ. അതൊക്കെ എന്റെ തറവാട്ടിൽ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് വളർന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയായിരുന്നു? പ്രതാപമായി വളർന്നവരാണ്. മാപ്പിള അറിഞ്ഞായിരുന്നോ എന്തോന്ന്? പ്രതാപനുമായിട്ട് എവിടെ പോയി വളർന്നു? ഞാൻ ചോദിച്ചതാ, കാര്യം ചോദിച്ചതേ ഉള്ളൂ. മക്കളെ നീ ഒപ്പം ഇട്ട് കൊടുക്കണ്ട. ഞാൻ ഒപ്പിടൂല. ഒപ്പിടാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ഇടൂല. നിന്റെ അടുത്ത് മര്യാദക്കാണ് ഞാൻ പറയുന്നത്. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ, ഉടുമ്പ് വേണുവിനെ അറിഞ്ഞൂടാ, നീ ഒപ്പിട്ടിരിക്കണം. ഞാൻ ഒപ്പിടൂല. ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ കത്തി കണ്ട, ഇതിന് ജോലി ഉണ്ടാവും. കുത്തോന്ന് പറഞ്ഞാ കുത്തു ഞാൻ. കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ടാണ് ഒരാൾ മകനാകുന്നത്. ആ മകനെ ഇങ്ങനെ കുത്തിയാലേ ഒപ്പിടുമെന്ന് പറയുന്നത് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഹലോ, കൊല്ലം നളന്ത നാടക സമിതിയല്ലേ? അമ്മ വേഷം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ആവശ്യമുണ്ടോ സീസണില്? ഓ, നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി വന്നാൽ മതി. വലിയ ശമ്പളം ഒന്നും കൊടുക്കണ്ട, ഒരു പിച്ചാത്തി കൊടുത്താൽ അതും കൊണ്ടങ്ങ് പൊക്കോളൂ. ഓ ഓ ഓ ഓ ഓ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ പിച്ചാത്തി ഇനി തന്നിരുന്നെങ്കിൽ ബാക്കി ഒപ്പിറ. ഞാൻ ഒപ്പിടൂല. മര്യാദക്ക് ഒപ്പിറ, തീർക്കും ഞാൻ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പൊ ഇല്ലാത്തത് ഭാഗ്യം. യവൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു. എങ്ങനെ? യവൻ ജനിക്കുന്നതിന് 2 വർഷത്തിന് മുന്നേ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു. നല്ല അമ്മേ മോനും നന്നായിരിക്കുന്നു. ഒപ്പിടൂല. ഇനി നീ അവനെ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞ നമ്മളെ കുടുംബത്തിൽ വേറെ ഉണ്ട് ആൾക്കാർ. പക്ഷെ അവര് വരുന്നതിന് മുമ്പ് യവന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങനെ അല്ലല്ലോ. അങ്ങനെയല്ലേ? കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊതിച്ച്. കൈതോല പായരിച്ച് പായലൊരു പറ നെല്ലു പൊതിച്ച്. ഒപ്പറ. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ? കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മമാര് പൊന്നു? ഒപ്പറ. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നു? ഒപ്പറ. ഇത് എത്ര ഒപ്പടാ? ഇത് മാറ്റർ മൊത്തം നീ ഒപ്പിട്ട് തീർത്തല്ലോടെ. ഇത് എത്ര ഒപ്പടായത്? അറിയിൽ ഇഷ്ടപ്പെട്ട എടുത്താ മതി. ഇഷ്ടപ്പെട്ട എടുക്കാനാ? ഇതെന്തേറാ? ഇതെന്തോന്നറാ? ഇതൊരു വള്ളം. വള്ളോ? ഇതാ? ഇത് റെയിൽ പാളം. ഇത് മറ്റേ ചന്ദ്രക്കലയാണ്. അത് തെറ്റിപ്പോയി. എന്റെ പെങ്ങക്ക് അബദ്ധം പറ്റിയടാ. അടിച്ചു പൊട്ടിക്കേണ്ട നിന്റെ തലയല്ല. കൈ ഇങ്ങോട്ട് നീക്കടാ. കൈ ഇങ്ങോട്ട് നീട്ടടാ. നിന്റെ കൈയുടെ കൊണ്ടയാണ്. ആദ്യം നീ ഒപ്പിടാൻ പണിയ.